കൊല്ലുവതല്ല. വണ്ടി ബാക്ക് എടുത്തോളൂ. നോക്ക്. തമ്പുരയിൽ കണ്ട പോലെ വൈകുന്നേരത്തെ കുറച്ച് വീട്ടുവിശേഷങ്ങൾ, ജോലികളുണ്ട്. മീൻ കിട്ടിയിട്ടുണ്ട്, മീൻ കറി വെക്കണം. വൈകുന്നേരത്തെ കുറച്ച് ക്ലീനിങ്, വിളക്ക് കത്തിക്കൽ, അങ്ങനെ എല്ലാം കൂടെ ഒരു നാടൻ വ്ളോഗാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓണമൊക്കെ ഇങ്ങ് എത്തിയില്ലേ? എല്ലാവർക്കും ഒത്തിരി ഓണവിശേഷങ്ങളൊക്കെ പറയാനുണ്ടാവും അല്ലേ? അപ്പം ഇന്ന് നമ്മുടെ മക്കളുടെ സ്കൂൾ വരെ പോകണമായിരുന്നേ. അവർക്ക് ഇന്നുകൊണ്ട് എക്സാം തീരുമായിരുന്നു. അപ്പം രാവിലെ അവരെ സ്കൂളിൽ വിട്ടതിന് ശേഷം ഒന്ന് അമ്പലപ്പുഴ അമ്പലത്തിൽ പോകണമായിരുന്നു. അങ്ങനെ നേരെ അമ്പലപ്പുഴ അമ്പലത്തിൽ പോയി. അവിടെ നിന്ന് വന്ന് നേരെ ലഞ്ചും കഴിച്ചിട്ട് അവരുടെ സ്കൂളിലോട്ട് പോകണമായിരുന്നു. ടീച്ചർമാരെയൊക്കെ ഒന്ന് കാണണമായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു 4:30 ആയിട്ടുണ്ട് കേട്ടോ ഞാൻ വീട്ടിൽ വന്നപ്പോഴത്തേക്കും. അപ്പം രാവിലെ ഇത്രയും ഓട്ടം ആയതുകൊണ്ട് നല്ല രീതിയിൽ അടുക്കള അഴുക്കുമായിരുന്നു. കുറേ അധികം ജോലികൾ എനിക്ക് ചെയ്യാനുണ്ടായിരുന്നേ. അപ്പം ആ ജോലികളാണ് ഞാൻ എൻ്റെ ക്യാമറയിൽ പകർത്തിയിരിക്കുന്നത്. തനി നാടൻ വ്ളോഗാട്ടോ. അപ്പം ഇതുപോലുള്ള നാടൻ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്ബാക്കാൻ മറക്കരുത് കേട്ടോ. എന്നിട്ട് സബ്ബാക്കി കഴിഞ്ഞിട്ട് കമൻറ്റും ഷെയറും എല്ലാം തന്ന് ഹൈപ്പും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ആദ്യം തന്നെ പറയാമല്ലോ, രാവിലെ മുതൽ കഴിച്ച പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നേ. അപ്പം ആ പാത്രം എല്ലാം വേഗം തന്നെ കഴുകി വെച്ചു. ഇവർക്ക് സ്കൂളിൽ ലഞ്ച് കൊണ്ടുവന്ന ലഞ്ച് ബോക്സ് സഹിതം ഇഷ്ടംപോലെ ഉണ്ടാവും. കൂട്ടിയിട്ട് പാത്രം കഴുകുന്നത് മടിയാണെങ്കിലും ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. കൂട്ടിയിട്ട് പാത്രം കഴുകുക, കൂട്ടിയിട്ട് തുണി കഴുകുക എനിക്ക് ഇഷ്ടമേ അല്ല കേട്ടോ. എങ്കിലും മിക്കപ്പോഴും ഇതൊക്കെ സംഭവിക്കാറുണ്ട്. പിന്നെ നമുക്ക് ഇന്ന് കിട്ടിയ മീൻ ഇതാ കേട്ടോ. ഇതിന് ഇവിടെ കുറിച്ചി എന്ന് പറയും, പിന്നെ മുള്ളനെന്ന് പറയും. മുള്ളനെന്ന് പറയുന്നത് പൊതുവേ കുറവാണേ. ഇത് മറ്റേ പരവ കുറിച്ചി എന്ന് പറയും. അതായത് പരവയും കുറിച്ചിയും പരവയുടെ ഒരു ടേസ്റ്റുമാണ്. പരവ മീൻ അറിയാം അല്ലേ? ഇച്ചിരി ദശയൊക്കെ ഉള്ള മീനില്ലേടാ, അതാണേ. ഇത് മുള്ളും ഉണ്ട്, എങ്കിൽ ദശയുണ്ട്. നല്ല ടേസ്റ്റാണേ. ഇവിടെ പിള്ളേർക്ക് അങ്ങനെ കൊടുക്കാറില്ല. എങ്കിലും ഞാൻ ഓർത്ത് ഇന്ന് പിച്ചിയൊക്കെ കൊടുത്ത് കഴിപ്പിക്കാൻ ഓർത്ത്. കാരണം ഇന്ന് മീൻകാരൻ്റെ അത് മാത്രമേ ഉള്ളായിരുന്നു. ഞങ്ങളിവിടെ മാസത്തിൽ 1-2 വട്ടമൊക്കെ മീൻ വാങ്ങിക്കാറുള്ളൂ. മറ്റേത് കണ്ടിന്യൂസ് എല്ലാ ദിവസവും മീൻ വാങ്ങിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാട്ടോ. ഇപ്പോഴാണ് മീൻ വാങ്ങിക്കുന്നത് ശരിക്കും കുറഞ്ഞതേ. വല്ലപ്പോഴും വാങ്ങിച്ചാലുള്ളൂ, ഫ്രഷ് മീൻ കിട്ടുവാണെങ്കിൽ മാത്രം. അപ്പോൾ ഇന്ന് ഇച്ചിരി ഫ്രഷ് മീൻ കിട്ടിയപ്പം വാങ്ങിച്ചു. ഇത് 100 രൂപയുടെ മീനാണേ. തലയൊക്കെ പോയിട്ട് വന്നപ്പോൾ ഒന്നുമില്ല. എങ്കിലും അതിൻ്റെ അകത്തൊരു 2-3 മീൻ എടുത്ത് വറക്കണമല്ലോ. ഇവിടെ വറുത്ത മീൻ മുമ്പേ തൊട്ടേ മസ്റ്റാണ്. ഇപ്പം അങ്ങനെ വറക്കാത്തത് കൊണ്ട് ഓരോ മീൻ വെച്ച് വറുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ അകത്തുനിന്നൊരു 5 മീൻ ഞാൻ വറക്കാൻ പരട്ടിയേ. ബാക്കി അപ്പം ഈ മീനിനെ അരച്ച് നമ്മൾ ചാറായിട്ട് വെക്കുന്ന ഇവിടെ പൊതുവേ കുറവാണ്. ഒന്നെങ്കിൽ ഇത് തക്കാളിയൊക്കെ ഇട്ട് മുളക് കറി പോലെ വെക്കും, ഇല്ലെങ്കിൽ പീര പറ്റിക്കാന്ന് പറയും. തേങ്ങ ഒന്ന് ഒതുക്കി എടുത്തിട്ട് കുടംപുളി ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് ചെയ്യുമല്ലോ, അങ്ങനെ എടുക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഓർത്ത് അങ്ങനെ അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം തക്കാളി പകുതി തക്കാളി എടുക്കുന്നുള്ളൂ കേട്ടോ. നമ്മുടെ നാടൻ പച്ചമുളകാണ് ഇത്. ആദ്യമായിട്ടുണ്ടായതാണ്. 3-4 ഉള്ളൂ. പക്ഷേ അതിൽ നിന്ന് 2 വലുത് നോക്കിയിട്ട് ഞാനങ്ങ് പറിച്ചെടുത്തേ. പിന്നെ നമ്മൾ മാങ്ങയില്ലേ, മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങ ഇട്ടിട്ട് കറി വെക്കുവാണെങ്കിൽ അടിപൊളിയായിട്ടോ. പക്ഷേ ഞാൻ ഇന്ന് കുടംപുളിയാണ്, അത് നാടൻ കുടംപുളി. നമ്മളിവിടെ കുടംപുളി മരം ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ഓണർ വന്നിട്ട് പറിച്ചുകൊണ്ട് നിലത്ത് വീണ് കിടക്കുന്നത് പെറുക്കിക്കൊണ്ട് പോകും. അവരെടുക്കാത്ത ദിവസങ്ങളിൽ ഞാൻ എടുത്തിട്ട് ഇതേപോലെ വെയിലത്ത് വെച്ചിട്ട്, നമുക്കിവിടെ പുക കൊടുക്കാനുള്ള സൗകര്യമൊന്നും ഇല്ലല്ലോ, നമ്മുടെ ആവശ്യത്തിനുള്ളത് ഉണക്കി ഇങ്ങനെ വെച്ചേക്കും. അപ്പോൾ പിന്നെ കുറച്ച് നാളത്തേക്ക് നമുക്ക് പുളിയുടെ ബുദ്ധിമുട്ട് അറിയണ്ട. അല്ലെങ്കിൽ എന്ത് വിലയല്ലേ ഈ കുടംപുളിയൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കാനായിട്ട്. ഇവിടെ വരുന്നതിന് മുമ്പ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതുപോലെ വീണ് കിട്ടുന്ന പുളിയെല്ലാം പെറുക്കി എടുത്തിട്ട് ഇങ്ങനെ ഉണക്കി സൂക്ഷിക്കേ. പിന്നെ തേങ്ങ, ഈ തേങ്ങാവെള്ളം എന്തിനാണെന്നറിയാമോ? ഇങ്ങനെ പൊട്ടിക്കുന്ന തേങ്ങാവെള്ളമൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ട് ഫ്രിഡ്ജ് വെച്ചേക്കും. എന്നിട്ട് നമ്മുടെ അപ്പത്തിനില്ലേ, വെള്ളയപ്പത്തിന് അരക്കത്തില്ലേ, അന്നേരം ചോറും തേങ്ങയും കൂടെ അരയ്ക്കുന്ന കൂട്ടത്തിലോട്ട് ഈ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അരയ്ക്കുക. അപ്പോൾ ഈസ്റ്റ് ചേർക്കേണ്ട ആവശ്യം വരാറില്ല. അങ്ങനെയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്, അപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒത്തിരി അങ്ങ് പുളി ആകത്തതുമില്ല, ടേസ്റ്റുമാണേ. ഇവിടെ ഈ തേങ്ങ പൊട്ടിച്ച് കഴിഞ്ഞാൽ തേങ്ങാക്കള്ളന്മാർ ഇഷ്ടം പോലെയാണ്. തേങ്ങ മുറിച്ചിട്ടിങ്ങനെ പൊട്ടിച്ചിട്ടിങ്ങനെ വെച്ചേക്കാൻ പറ്റത്തില്ല. അതിൽ നിന്ന് കേശൂട്ടൻ ആദ്യം കൊണ്ടുപോകും, അത് കഴിഞ്ഞ് അച്ചാച്ചി വരും. ഇടിയിട്ടാ കേട്ടോ ഞാനിപ്പോൾ തേങ്ങ തിരുമ്മി എടുത്തത്. പിന്നെ വേഗം തന്നെ മുളക് പുരട്ടുവാണേ. ആകെ മൗലിമോൻ വീഡിയോ എടുക്കുന്നുണ്ട് ചോദിക്കുക, ഇത് ആരെ പറ്റിക്കാനാണ് ഈ 5 മീനെടുത്ത് വറക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞ സാരമില്ല, ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ വിളമ്പിക്കോളാമെന്ന് പറഞ്ഞു. പിന്നെ തേങ്ങയും കൂടെ ഒന്ന് ഒതുക്കി എടുത്തിട്ട് എല്ലാം കൂടി ഇട്ട്, കൊച്ചുള്ളി ഇഞ്ചി എല്ലാം കൂടി ഇട്ടാട്ടോ ഒതുക്കി എടുത്തത്. ഒരു തക്കാളിയുടെ പകുതി ഇട്ടിട്ടുള്ളേ. ഇച്ചിരി മീനല്ലേ ഉള്ളൂ, ഒന്നുമില്ല. ഈ കറിയും കൂടെ ഞാൻ ഇന്ന് ഇവരെ പറ്റിക്കണം. അങ്ങനെ വേഗം തന്നെ അരപ്പ് കലക്കിയിട്ട് വെക്കുവാണേ.
ഞാൻ അന്ന് മഴ സമയത്ത് വീഡിയോയ്ക്കകത്ത് പറഞ്ഞില്ലായിരുന്നു, നല്ല മഴയത്ത് നമ്മുടെ അവിടെ കെട്ടിയ ഷീറ്റൊക്കെ പോയതുകൊണ്ട് വെളിയിൽ തീ പിടിപ്പിക്കാൻ ഒട്ടും പറ്റത്തില്ലേ. ഇനിയൊന്ന് റെഡിയാക്കി എടുക്കണം, ഓണത്തിന് സദ്യവട്ടമൊക്കെ ഒരുക്കണമെങ്കിൽ. അതുകൊണ്ട് ഗ്യാസിലാണ് മീൻകറി വെക്കുന്നത്. രാവിലെ മക്കൾ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് മോര് കാച്ചിയെങ്കിലും ഞാൻ കടുക് താളിച്ചൊന്നും അതിനകത്ത് ഒഴിച്ചില്ലായിരുന്നു. അമ്പലത്തിൽ ഭഗവാനെ കാണുന്ന ഒറ്റ നിർബന്ധമായിരുന്നു രാവിലെ. ഒന്നും നോക്കിയില്ല, മക്കളെ സ്കൂളിൽ വിട്ടിട്ട് നേരെ കുളിച്ച് നടന്നു പോയി കേട്ടോ. ഞാൻ ഏട്ടനൂടെ ഉണ്ടായിരുന്നു, ഏട്ടൻ റെഡിയാകാത്തതുകൊണ്ട് ഞാൻ അങ്ങ് നടന്നു പോയി ഭഗവാനെ കണ്ടു. വ്യാഴാഴ്ചയല്ലായിരുന്നു, അതുകൊണ്ട് ബാക്കി പണിയൊന്നും ചെയ്തില്ലായിരുന്നു. അപ്പം ആ മോളിൽ അങ്ങോട്ട് കടുക് താളിച്ച് ഒഴിച്ചിട്ട് നമ്മുടെ കറി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നേ. അത് സ്പൂണിട്ട് നല്ലോണം ഇളക്കുവാണെങ്കിൽ പൊടിഞ്ഞു പോവും, പെട്ടെന്ന് വെന്ത് കിട്ടുന്ന മീനല്ലേ. ഒന്ന് ഇളക്കി കൊടുത്തിട്ട്, ആകെ ഇച്ചിരി വെളിച്ചെണ്ണ ഉള്ളായിരുന്നു കേട്ടോ, ആ ഉള്ള വെളിച്ചെണ്ണയും കൂടെ ഞാനങ്ങ് ഊറ്റി ഒഴിച്ചിട്ടുണ്ട്. പിന്നെ രാവിലെ വെച്ച ചോറിൻ്റെ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നത് കൊട്ടി കുഞ്ഞി ചരുവത്തിലോട്ട് ഇട്ട് വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് വൈകിട്ടത്തേക്ക് ചോറും കൂടെ വെക്കണം. ഇച്ചിരി വേവുള്ള അരിയാണെങ്കിൽ ഞാൻ ഗ്യാസിലിട്ട് വെക്കാറില്ല കേട്ടോ, റൈസ് കുക്കറിലിട്ട് വല്ലപ്പോഴും വെക്കും. എനിക്ക് റൈസ് കുക്കറിലിട്ട് ചോറ് വെച്ചിട്ട് ഇച്ചിരി മൂരിച്ച്, അതായത് ഇച്ചിരി കട്ടിയായിട്ടിരിക്കുന്ന പോലെ തോന്നുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഇനിയിപ്പോൾ റേഷനറി ഗ്യാസിലിട്ട് വെക്കാമെന്ന് ഓർത്തു. പിന്നെ ഫ്രിഡ്ജ് വെക്കേണ്ട സാധനങ്ങൾ, തേങ്ങ, പച്ചമുളക്, തക്കാളി, ഇതെല്ലാം ടിന്നിലാക്കി അങ്ങ് ഫ്രിഡ്ജിലോട്ട് വെക്കുക കേട്ടോ. ഇപ്പോഴത്തെ ഒതുക്കൽ രാത്രി വലിയ ജോലിയൊന്നും കാണത്തില്ല. ഇതൊക്കെ ഇവിടെ ബാലൻസ് ഇടുവാണെങ്കിൽ രാത്രി ആകുമ്പോഴത്തേക്കും ഒന്നും കൂടെ കൂടുതൽ ജോലിയായിട്ട് തോന്നേ. അപ്പം നമ്മുടെ മീൻകറി നല്ലോണം പറ്റിയിട്ടുണ്ട്, മീനും അങ്ങ് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും അങ്ങോട്ട് അടച്ചു വെച്ചിട്ട് പിന്നെ ചോറ് വെക്കാനുള്ള ഒരുക്കമാണേ. ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും വെന്ത് കിട്ടുന്ന അരിയാണ്, റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയില്ലേ, ഇന്ന് ഇവരുടെ സ്കൂളിലും ഉണ്ടായിരുന്ന അരി. അപ്പം ഞാൻ അതും പോയി വാങ്ങിച്ചേ. അപ്പം ഇവിടെ ഏട്ടനും പിള്ളേർക്ക് ഈ അരിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഇഷ്ടമാണ്. എങ്കിൽ ഇത് ചൂടോടുകൂടി റേഷനരിയുടെ ചോറാണെങ്കിൽ ഇവിടെ കഴിച്ചോളും. രാവിലെ പിന്നെ മക്കൾ സ്കൂളിൽ കൊണ്ടുപോകാൻ മാത്രം കേട്ടോ വിലയരിയുടെ ചോറിട്ട് വെച്ച് കൊടുക്കുന്നത്. അത് രാവിലെ ലഞ്ച് ബോക്സ് കൊണ്ടുപോയി കഴിയുമ്പോഴേ ഉച്ചയ്ക്ക് കഴിക്കാൻ എടുക്കുമ്പം ഈ ചോറങ്ങ് കട്ടിയായിട്ടിരിക്കുമല്ലോ, അത് പൗലിമോന് ഭയങ്കര പാടാണ്, കഴിക്കാതെ ഇങ്ങനെ കൊണ്ടുവരും. അതുകൊണ്ടാണ് രണ്ടും രണ്ട് രീതിയിൽ വെക്കുന്നത്. മിക്ക ദിവസങ്ങളിലും ഇവിടെ രണ്ടായിട്ട് ഇങ്ങനെ ചോറ് വെക്കുന്നൊരു ശീലമുണ്ട്. വൈകുന്നേരത്തേക്ക് റേഷനരി ഇട്ട് വെക്കും, രാവിലെ വിലയരിയിട്ട് അടുപ്പത്തിട്ട് വെക്കും. അപ്പം ആ പണിയും കൂടെ അങ്ങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം രാവിലത്തെ കഞ്ഞി ഊറ്റിയപ്പോഴത്തേക്ക് കുറച്ച് ചോറ് അധികം ഇങ്ങനെ ചരുവത്തിലോട്ട് വീഴുമല്ലോ, ഞാൻ അത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. ഒരിട വിശപ്പ് വരുമ്പം ഇവർക്ക് കൊടുക്കുവാണെങ്കിൽ ഇവർ കുടിച്ചോളും. ഇവർക്ക് കഞ്ഞിക്ക് പ്രത്യേകിച്ച് കറിയൊന്നും വേണമെന്നൊന്നുമില്ല, അച്ചാറുണ്ടെങ്കിൽ ഇഷ്ടമാണ്, എങ്കിലും പച്ചക്കഞ്ഞിയാണെങ്കിലും ചുമ്മാ കുടിച്ചോളും, അതെന്തോ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവർക്ക് കഞ്ഞിയും കൂടെ കൊടുത്തിട്ട് ഞാൻ പിന്നെ അരി ഇടുക കേട്ടോ. ഒരു 24 അരിയുടെ ചോറാണ് വെക്കുന്നത്. അത് ഞങ്ങൾക്ക് മാത്രമല്ല, നമ്മുടെ ഇവിടുത്തെ ഓണറുണ്ടല്ലോ, ഓണറൊക്കെ ഓസ്ട്രേലിയയിൽ പോയിരിക്കുക. അപ്പോൾ അവരുടെ വീട്ടിൽ ഒരു പട്ടീനെയും കൂടെ നമ്മുടെ ഇവിടെ തൊഴുത്തിൻ്റെ അവിടെ കെട്ടിയിട്ടാണ് അവർ പോയത്. ചിലപ്പോൾ അവരുടെ റിലേറ്റീവ്സ് ഫുഡ് കൊണ്ടുവരും, ഇല്ലെങ്കിൽ നമ്മൾ കൊടുക്കണം. അപ്പം വൈകുന്നേരത്തേക്ക് അവനും നമ്മുടെ പൂച്ചക്കുട്ടിക്കും എല്ലാം കൂടെ കരുതിയിട്ടാണ് കേട്ടോ അരി ഇടുന്നത്. അവർക്കും ഈ റേഷനരിയുടെ ചോറ് തന്നെ കൊടുക്കുന്നത്. എങ്ങാനും വിലയരിയിട്ടാണ് വെക്കുന്നതെങ്കിൽ അവർക്ക് ഞാൻ സെപ്പറേറ്റ് റേഷനരി ഇട്ടിച്ചിട്ട് ചോറ് വെച്ചേക്കും. അവർ കഴിച്ചില്ല പിന്നെ വിലയരിയുടെ ചോറ് പോകത്തില്ലേ. പിന്നെ അടുത്തത് എൻ്റെ അമ്മോ, ഇവിടുത്തെ ഏറ്റവും വലിയ ജോലിയാണ് മുറ്റം തൂപ്പ്. നിറച്ച് മുറ്റമുള്ളതുകൊണ്ട് പതുക്കേനെ തൂത്ത് വന്ന് ചവറ് കത്തിക്കുന്നതൊക്കെ അവിടെ കൊണ്ടിട്ടിട്ട് ചൂലും കഴുകി വെച്ച് അകത്തോട്ട് കയറി കേട്ടോ. അപ്പം നമ്മുടെ അരി ഒന്ന് തിളച്ച് വേവായിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലത്തെ ചോറ് മിച്ചമുള്ളത് അതിനകത്തോട്ട് കൊട്ടിയിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് അരി ഊറ്റുവാണെങ്കിൽ 2 ചോറും നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ ഉപ്പും കൂടി ഇട്ടിട്ട് അതും കൂടെ അങ്ങ് ഊറ്റുവാണേ. അകത്ത് വെച്ച് ചോറ് വെക്കുമ്പോഴത്തേക്കേ ഭയങ്കര ബുദ്ധിമുട്ട് ഈ അരി അടയ്ക്കാനായിട്ട്. പലപ്പോഴും അരി ഇങ്ങനെ അടയ്ക്കുന്ന സമയത്ത് എൻ്റെ നിന്ന് തെന്നി ചരുവത്തിലോട്ട് പോയിട്ട് കുറേ ചോറൊക്കെ പോകാറുണ്ട്. ഇന്ന് എന്തായാലും അടിപൊളിയായിട്ട് കിട്ടി കേട്ടോ. പിന്നെ വിളക്ക് കഴുകി എടുക്കുവാണേ. ഞാൻ പറഞ്ഞില്ലേ, വെള്ളിയാഴ്ചയുടെ തലേന്നൊക്കെ ആണെങ്കിൽ വിളക്ക് തലേന്ന് അങ്ങ് കഴുകി വെക്കും. വെള്ളിയാഴ്ച രാവിലെ ഒന്നും വിളക്ക് കഴുകൽ നടക്കത്തില്ല, ഇല്ലെങ്കിൽ ഞാൻ രാവിലെ അങ്ങാണ് കേട്ടോ വിളക്ക് കഴുകുന്നത്. അപ്പോൾ വിളക്കും കൂടെ കഴുകി വെച്ച് നമ്മുടെ അടുക്കള മുഴുവൻ ഒന്ന് വൃത്തിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ വേഗം പോയി മെയിൽ കഴുകിയിട്ട് വിളക്കങ്ങ് കത്തിക്കുവാണേ. നാമം ചൊല്ലൽ ഇവിടെ മസ്റ്റാണ് കേട്ടോ, ഞാനും പിള്ളേരും. ഏട്ടൻ അങ്ങനെ എന്നും ഇരിക്കത്തൊന്നുമില്ല, വല്ലപ്പോഴും ആളെ വീട്ടിലുണ്ടെങ്കിൽ ചിലപ്പോൾ ഇരിക്കും. ഞങ്ങൾ എന്തായാലും വിളക്ക് കത്തിക്കുന്ന ദിവസങ്ങളിലാണെങ്കിൽ നാമം ചൊല്ലുന്ന പതിവാണ്. അപ്പം അവർ രണ്ടുപേരും മേല് കഴുകിക്കൊണ്ടിരിക്കുവാണേ. അങ്ങനെ ഞാൻ വിളക്ക് കത്തിച്ചിട്ട് നാമം ചൊല്ലാനായിട്ട് ഇരിക്കുക. അപ്പം ഈ വീഡിയോ കാണുന്നതിൻ്റെ ഇടയ്ക്ക് ഒന്നും കൂടെ പറയാം കേട്ടോ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ് ചെയ്യാൻ മറക്കരുതേ. കുഞ്ഞൊരു ചാനലല്ലേ, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുമ്പോഴല്ലേ നമുക്ക് ഇതിനകത്തൊരു ഏണിങ്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം എല്ലാവരോടും വീണ്ടും പറഞ്ഞുകൊണ്ട് വിളക്ക് കത്തിക്കലും പ്രാർത്ഥിക്കലും ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് തയ്യൽ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. നാളെ മക്കൾക്ക് സ്കൂളിൽ ഓണാഘോഷത്തിൻ്റെ പരിപാടിയാണ്. അപ്പം ഇത് നമ്മുടെ മൗലിമോടെ പാവാടയാണ്. ഇതെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, തേക്കും കേട്ടോ. തേപ്പ് വീട്ടി എനിക്ക് മുമ്പ് ഒരു 3 വർഷം മുമ്പ് അയൺ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇതേപോലെ സ്കൂളിൽ ആനുവൽ ഡേക്ക് അവൾക്ക് പട്ടോടെ തേച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ആണെങ്കിലും ഒരു കറണ്ട് അപകടം ഉണ്ടായേ.
അതിനുശേഷം ഞാൻ തേപ്പൊട്ടി ഉപയോഗിക്കാറില്ല. പിന്നെ പട്ടുപാവാട തേക്കാതെ ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം ചേട്ടായുടെ ഐഡിയ കേട്ടോ, നല്ല രീതിയിൽ വെള്ളം വെട്ടി തിളപ്പിച്ചിട്ട് ഇതേപോലൊരു പാത്രത്തിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ തേക്കുവാണെങ്കിൽ നല്ലോണം തുണിയൊക്കെ നിവർന്ന് കിട്ടും. പ്രത്യേകം ശ്രദ്ധിക്കണം, പിള്ളേരെ കൊണ്ട് ചെയ്യിക്കരുത് കേട്ടോ. പിള്ളേരുടെ കൈ പൊള്ളും, നമുക്കാകുമ്പോൾ അത് മാനേജ് ചെയ്ത് പോകാൻ പറ്റുമേ. ഇത് ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യുമെന്ന് അറിയത്തില്ല. ഞങ്ങളിപ്പോൾ ഇവിടെ ഇങ്ങനെ കേട്ടോ. അന്നത്തെ അപകടത്തിൽ എനിക്ക് തലയ്ക്ക് നല്ല പരിക്കുണ്ടായിരുന്നു പുറകിൽ. കാരണം കറണ്ട് അടിച്ചിട്ട് എന്നെ അടിച്ചങ്ങ് തെറിപ്പിച്ചു, വീണിട്ട് തല പൊട്ടി ഹോസ്പിറ്റലായിരുന്നു. അപ്പം എനിക്കിപ്പോഴും ആരെങ്കിലും തേക്കുന്നത് കണ്ടാലോ തേപ്പൂട്ടി കണ്ടാലോ പേടിയാണ്. പിന്നെ അഥവാ തേക്കണ ഒരു സാഹചര്യം ആണെങ്കിൽ കുറച്ച് നേരം ചൂടാക്കിയിട്ട് അത് ഊരിയിട്ട് തണുത്തിട്ടൊക്കെ തേക്കത്തുള്ളായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് പട്ടുപാവാട തേക്കാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. അന്ന് പട്ടുപാവാട തേച്ചപ്പോഴേ അപകടം ഉണ്ടായത്. അതുകൊണ്ടാണ് കേട്ടോ ഈ ഐഡിയ. കൊള്ളാവോ ഐഡിയ കൊള്ളാമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇത് എൻ്റെ ഐഡിയ അല്ല, ഏണ്ണാണ് പറഞ്ഞത്, എടി നീ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുന്നത്. പക്ഷേ സംഭവം അടിപൊളിയായിട്ട് കിട്ടിയേ. കേശുവിൻ്റെ ഈ കുർത്ത തേക്കുമ്പോൾ നല്ലോണം അറിയാൻ പറ്റും, നല്ല രീതിയിൽ ചുരുണ്ടിരുന്നതാണേ. അങ്ങനെ ചൂടോടുകൂടി ഇങ്ങനെ പതുക്കെ 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 തേച്ച് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ നിവർന്ന് വരുന്നുണ്ട്. അഥവാ ഇങ്ങനെ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ. അപ്പം ഇന്നത്തെ വൈകുന്നേരത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ പോയിട്ട് വരട്ടെ. അങ്ങനെ അങ്ങ് പോയാൽ എങ്ങനെ ശരിയാവല്ലേ. ഇനി പുറകെ എൻ്റെ കുഞ്ഞു ഓണവിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെയും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. ഒരിക്കൽ കൂടി പറയാം, മറക്കരുത് കേട്ടോ, ചാനലൊന്ന് സബ്ബാക്കിയേക്കണേ. നമ്മുടെ കുർത്ത നല്ലോണം നിവർന്ന് വരുന്നത് കണ്ടോ, അടിപൊളിയല്ലേ. അപ്പം നാളെ മക്കളുടെ ഓണാഘോഷമാണ്, അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. കണ്ടോ എല്ലാം അടിപൊളിയായിട്ട് നിവർത്തി തേച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ കേശുവിൻ്റെ കുഞ്ഞുമുണ്ടാണ് കേട്ടോ അത്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും ടാറ്റാ ബൈ ബൈ, സീ യു, ഓക്കേ.